ഇന്ത്യയുടെ മേലെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുള്ള ബോംബ് സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഒരു വലിയ ശക്തിയായിട്ട് നമ്മൾ മാറുമ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഇനിയും ഉണ്ടാകാം. അതിനെ അതിജീവിക്കേണ്ടതായ ഒരു വലിയ ബാധ്യതയിലാണിപ്പോൾ രാജ്യം നിൽക്കുന്നത്. ഇത് തന്നെ നമുക്ക് അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെ ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യ വലിയ ആശ്വാസത്തിലായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് സംഭവിച്ചിട്ടില്ല. അതിന് മുമ്പുള്ള കാലഘട്ടം നമുക്കറിയാം. 1998 മുതൽ 2008 വരെയുള്ള കാലഘട്ടം. സീരിയൽ ബോംബ് ബ്ലാസ്റ്റുകൾ ട്രെയിനിനകത്ത്, മാർക്കറ്റിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ. അതായത് ഒരു ഉപേക്ഷിക്കപ്പെട്ടൊരു ബാഗ് കണ്ടാൽ പോലും ആളുകൾ അതിനടുത്ത് വരാതിരിക്കുകയും പോലീസ് നിർദ്ദേശം കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി നമ്മുടെ ആഭ്യന്തര സുരക്ഷ ഏതാണ്ട് സേഫായി എന്ന് നമ്മളും സർക്കാരും ധരിച്ചു വരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഇന്നലെ വൈകുന്നേരം ഡൽഹിയിലെ മെട്രോ സ്റ്റേഷന് സമീപമായി ബോംബ് സ്ഫോടനം ഉണ്ടാകും. ഇത് സ്വാഭാവികമായിട്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ക്ഷുദ്രശക്തികൾ, അത് രാജ്യത്തിൻ്റെ ഉയർച്ച മാത്രമല്ല, രാജ്യം നന്നാവുന്നതിന് മാത്രമല്ല, രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കി തമ്മിലടിപ്പിച്ച് നശിപ്പിക്കാം എന്ന് നോക്കുന്ന കൂട്ടരുടെ പിന്നിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിൽ പ്രതികളായി വന്ന പലരും എന്ന് പറയുന്നത് നമ്മുടെ ദേശവാസികളാണ്. ഇന്ത്യക്കകത്ത് തന്നെയുള്ള ആളുകളാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല അവർ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ, ഡോക്ടർമാരുടെ കോട്ട് എല്ലാം ഡോക്ടർമാരാണ്. 4 പേരും MBBS പഠിച്ചവരാണ്. ഇങ്ങനെ MBBS പഠിച്ചവരും എഞ്ചിനീയർമാരും ഒക്കെ ഈ പറഞ്ഞതുപോലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിരപരാധി ആളുകളെ ഇങ്ങനെ കൊന്നൊടുക്കുന്നതിൽ ഒരു സങ്കോചവും ഇല്ലാത്ത കൂട്ടരാണ്. അപ്പോൾ വിഷപ്പാമ്പുകൾ രാജ്യത്തിനകത്താണ് കൂടുതൽ. പുറമേ നിന്ന് ചിലപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കുടുംബത്തിനുള്ളിൽ ശത്രു ഉണ്ട് എങ്കിൽ അതിനെ കണ്ടെത്താൻ നമ്മൾ വിചാരിത്ര എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സംഭവിച്ചത്. മുമ്പ് നമുക്കറിയാം, കോമൺവെൽത്ത് ഗെയിംസ് അല്ലേ തുടങ്ങുന്നതിനൊരു 13 ദിവസം മുമ്പ് നടന്ന സ്ഫോടനം ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരു സമാനമായിട്ടുള്ള സംഭവം തന്നെ ആയിട്ട് ഇതിനെ കാണേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 1998 മുതൽ 2008 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരങ്ങൾ, അതുപോലെ തന്നെ ബോംബെ പോലുള്ള വാണിജ്യ നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ധാരാളം സ്ഫോടനങ്ങൾ നടന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന സരോജിനി നഗർ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായിരുന്നു സാറ് സൂചിപ്പിച്ച കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്ന സമയത്ത് നടന്ന സ്ഫോടനം. അപ്പോൾ ഇത് അവരുടെ ഒരു പൊതു ഇടങ്ങളാണ്. കാര്യം ഇവിടെയെല്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ക്രൗഡ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം കാഷ്വാലിറ്റി ഉണ്ടാക്കുക എന്നായിരിക്കുമല്ലോ ഒരു ലക്ഷ്യം. അതുകൊണ്ടായിരിക്കും ഇത്തരം സ്പേസുകൾ പൊതുവെ അവർ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കാറിൽ പറയുന്നത് മൂവിങ് കാറാണ് ബ്ലാസ്റ്റ് ആയത്. എന്നുവെച്ചാൽ കാർ പാർക്ക് ചെയ്തില്ല. സാധാരണഗതിയിൽ കാറ് ബൈക്ക് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്ത് അതിനകത്ത് സ്ഫോട വസ്തുക്കൾ വെച്ചിട്ട് പോവുകയാണ് പതിവ്. പക്ഷേ ഇന്നലെ വിഷ്വൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ലോ മൂവിങ് കാറായിരുന്നു. ഈ ബ്ലാസ്റ്റായ പൊട്ടിത്തെറിച്ച കാർ സ്ലോ മൂവ് ചെയ്തു. ഒന്നുകിൽ അത് പാർക്ക് ചെയ്യാനുള്ള അവിടുത്തെ ശ്രമമായിരുന്നിരിക്കണം, അതിനിടയ്ക്ക് ചിലപ്പോൾ പൊട്ടിത്തെറിച്ചതാവാം. കാര്യം IED ബ്ലാസ്റ്റ് അല്ലാന്ന് സോഴ്സുകൾ പറയുന്നുണ്ട്. അമോണിയം നൈട്രേറ്റ് ആയിരുന്നു ഇതിൽ ഉപയോഗിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, 2 ദിവസം മുമ്പ് ഗുജറാത്ത് ATS 3 ISIS ഭീകരരെ പിടിച്ചിരുന്നു. അത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ നാട്ടുകാരെ അറിയിച്ചില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങളൊക്കെ അത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇവർ ഈ അമോണിയം നൈട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശേഖരണം നടത്തുന്നതായിട്ട് ഇൻ്റലിജൻസ് ഏജൻസിക്ക് വിവരം കിട്ടി. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവരെന്ത് ചെയ്തത്, വലിയ റെയ്ഡ് നടത്തിയത്. 2900 കിലോ അമോണിയം നൈട്രേറ്റാണ് പിടിച്ചെടുത്തത്. ജമ്മു കാശ്മീർ പോലീസും അതുപോലെ തന്നെ ഹരിയാന പോലീസും കൂടെ സംയുക്തമായ ഓപ്പറേഷനാണ് കണ്ടെടുത്തത്. ആ പിടിച്ചെടുത്തതിൻ്റെ, അവരെ അറസ്റ്റ് ചെയ്തതിൻ്റെ അടുത്ത ദിവസമാണ് ഈ ബ്ലാസ്റ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ആ ശേഖരിച്ച് വെച്ചിരുന്ന അമോണിയം നൈട്രേറ്റ് അവിടുന്ന് കടത്തി പല സ്ഥലങ്ങളിലേക്ക് കൊണ്ട് വയ്ക്കാനുള്ള ഒരു ശ്രമമായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കാമല്ലോ ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. പല ദുസൂചനകളും ആദ്യം വന്നിരുന്നു. കാര്യം സാധാരണ അവർ ഉപയോഗിക്കുന്നത് IED ബോംബാണ്. പക്ഷേ IED ബോംബാണെങ്കിൽ ചീളുകളുണ്ടാവാം ഈ മരിച്ചവരുടെ. ഇന്നിപ്പോൾ ഫോറസ്റ്റ് വിഭാഗം പറയുന്ന അങ്ങനെ ചീളുകളൊന്നും ഇല്ലാന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമോണിയം നൈട്രേറ്റാണ്
അമോണിയം നൈട്രേറ്റ് വളരെ മാരകശേഷിയുള്ള ഒരു മൂലകമാണ്. കാരണം അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. ഈ 2900 kg എന്നൊക്കെ പറയുന്നത് കിലോമീറ്ററോളം സംഭവം നശിച്ചു പോകും. ഞാനൊരു കാര്യം സാറിനെ ഓർമ്മിപ്പിക്കാം. 1995 അമേരിക്ക നടന്നൊരു സ്ഫോടനം സാറിന് ഓർമ്മയുണ്ടാവും. ഓക്ലഹോമയിൽ മുറേ ബിൽഡിങ്ങിൽ, ഫെഡറൽ കെട്ടിടത്തിൻ്റെ മുറേ ബിൽഡിങ്ങിൽ ഇതുപോലെ ഈ അമോണിയം നൈട്രേറ്റ് നിറച്ച ട്രക്ക് കൊണ്ട് പാർക്ക് ചെയ്ത്, അതിൻ്റെ എൻട്രൻസ് കൊണ്ട് പാർക്ക് ചെയ്ത് വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായി. അന്ന് ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡന്റ്. 168 ആളുകളാണെന്ന് കൊല്ലപ്പെട്ടു, ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. ആ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്നു. എത്രയോ നിലകളുള്ള കെട്ടിടമായിരുന്നു. അപ്പോൾ അതിനേക്കാളും 1000 കിലോ കൂടുതലാണ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത്. ഈ 2900 കിലോ, മറ്റേത് 1900 കിലോ ആണ് സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കുള്ളൂ അതിൻ്റെ പ്രകടശേഷി എത്ര ഭീകരമായിരിക്കും എന്നുള്ളത്. എന്തുമാത്രം ആളുകളെ, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ ശേഷിയുള്ള ഈ അമോണിയം നൈട്രേറ്റാണ് ഇവർ ഒരു സ്ഥലത്തല്ല പല വീടുകളിലായിട്ട് സ്റ്റോർ ചെയ്ത് കുറേശ്ശെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയുടെ തന്നെ ജോലി ചെയ്ത് നമ്മുടെ ചിലവിലാണ് ഇവർ MBBS പാസ്സായത്. ഞാനും സാറും കൊടുക്കുന്ന നിധിപ്പണത്തിലാണ് ഇവർ MBBS പാസ്സാകുന്നത്. MBBS എടുത്തിട്ട് സർക്കാർ ഡോക്ടർമാരായിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഡോക്ടർമാരായിട്ട് ഇവർ ചെയ്യുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്. നിരപരാധികളെ ആളുകളെ കൊല്ലാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് സുരക്ഷാ ഏജൻസികൾ കുറച്ചുകൂടി കർക്കശമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടണം എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇപ്പം ഇന്ന് ബീഹാറിലെ 2ാം ഘട്ട പോളിംഗാണ്. ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണോ? അതെ, തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? തെരഞ്ഞെടുപ്പിനെ സാധാരണഗതിയിൽ ബാധിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വേറെ ചില നറേറ്റീവുകൾ ഇന്നലെ മുതൽ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഇടത് ജിഹാദി സഖ്യങ്ങൾ ചില നറേറ്റീവ്സ് ഇറക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് സംഘപരിവാർ ആസൂത്രണം ചെയ്തതാണ് ഈ സ്ഫോടനം എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് അവർ ഇറക്കുന്ന ഒരു ആരോപണമാണ്. കാരണം ഈ തീവ്രവാദികളിലേക്ക് ഈ നമ്മുടെ നോട്ടം ചെല്ലുന്നതിന് മുമ്പ് തന്നെ അതിനൊരു പൊളിറ്റിക്കൽ തലത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് സംഭവം വിടുക. ഇത് ബോധപൂർവം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. തീവ്രവാദികളെ വെള്ളപൂശുക എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇടത് സഖ്യവും അതുപോലെ തന്നെ ഈ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ടീമുകളുമാണ്. ഒരു ഭാഗം കോൺഗ്രസ്സുകാരുണ്ട്. ഇവരാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്കകം ഇത്തരത്തിലുള്ള കോലാഹലങ്ങൾ വർത്തമാനങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി സംഘപരിവാർ ചെയ്തതാണ് എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇങ്ങനെ 2 മുഖമാണ് ഈ സാധനത്തിനുള്ളത്. അവിടുത്തെ ജനങ്ങളെ ഇത് വലിയായിട്ട് സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം അവരുടെ ഇഷ്യൂസൊക്കെ സംഭവം വേറെയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വിഷമമുള്ള പോലെ തന്നെ ബീഹാർ ജനങ്ങൾക്ക് വിഷമം ഉണ്ടാവാം. പക്ഷേ ബീഹാർ ഇലക്ഷന് വേണ്ടി ആണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ മഹാക്രൂരന്മാരാണ്, പറയാതിരിക്കാൻ നിർത്തിയില്ല. ഈ നിലവിലെ ഇന്നലെ തന്നെ 9 ആളുകൾ മരിച്ചു കഴിഞ്ഞു. എത്രയോ ആളുകൾ ജീവനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇവർക്ക് പറയാൻ കഴിയുന്നുള്ളതാണ്. രാജ്യത്തിനെതിരെ ഒരു ആക്രമണം നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ രാജ്യത്തെ പൗരന്മാർക്ക് ഒരു ആക്രമണം നടത്തുന്ന സമയത്ത് ഈ രൂപത്തിലൊക്കെ വർത്തമാനം പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇതിനകത്ത് കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് ആയതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനകത്ത് സംഭവിക്കാം. അല്ല, ആ വ്യാഖ്യാനങ്ങൾ ബോധപൂർവം ചെയ്യുന്നതാണ്. ഈ വ്യാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ഒരു നറേറ്റീവാണ്. കാരണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിനെ ഡൈവേർട്ട് വിടുക എന്ന് പറയുന്ന തന്ത്രമാണ്. ഇതവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ഇതിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അർബൻ നക്സൽസ് എന്നൊരു വിഭാഗമുണ്ട്, ഒരു ഭാഗം മാധ്യമങ്ങൾ ഇതിലുണ്ട്, അതുപോലെ തന്നെ ഒരു ഭാഗം കോൺഗ്രസിൻ്റെ സൈബർ പോരാളികളുണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചത്. ആ നറേറ്റീവിൽ കൂടി വേറൊരു ഭാഗത്തേക്ക് സംഭവം പോകണം. ഒന്നിലും കുറേ ആളുകളൊന്നും വിശ്വസിക്കില്ല, ശരിയായിരിക്കാം, ബീഹാർ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതായിരിക്കാമെന്ന് ഒരു ആളുകൾ വിശ്വസിച്ചാൽ നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അല്ല, രാജ്യം സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക. രാജ്യം സുരക്ഷിതമല്ല, നരേന്ദ്രമോദിയുടെ കീഴിലും രാജ്യം സുരക്ഷിതമല്ല, ഇങ്ങനെയൊക്കെ ബോംബ് പിടിച്ചെടുക്കുന്നു, അതിൽ നിന്നൊക്കെയുള്ള ഒരു പ്രചരണം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് ഇമേജ് സർക്കാരിനും അതുവഴി ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് സ്ഥലങ്ങളിലേക്ക് ഉണ്ടാകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ രാജ്യ തലസ്ഥാനത്താണ് ഇത്തരത്തിലൊരു വലിയ സംഭവം നടന്നത്. അതെ. പക്ഷേ ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും, പ്രത്യേകിച്ച് കേരളം, ബംഗാൾ ഇങ്ങനെയുള്ളിടങ്ങളിൽ പോലും ഇനി വലിയ ജാഗ്രതയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ തീർച്ചയായിട്ടും വേണം. അതിനുമുമ്പായിട്ട് ഞാൻ സാറിനോട് ഒരു കാര്യം സൂചിപ്പിക്കും, നമ്മുടെ പ്രേക്ഷകർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 30 ദിവസത്തിനിടയിൽ 8 ഇത്തരത്തിലുള്ള ശ്രമങ്ങളാണ് നമ്മുടെ സെക്യൂരിറ്റി ഏജൻസീസ് തടഞ്ഞത്. അത് ഒക്ടോബർ 9 പഞ്ചാബ് പോലീസ്, ഒക്ടോബർ 15 വീണ്ടും പഞ്ചാബ് പോലീസ്, ഒക്ടോബർ 17 ആന്ധ്രാപ്രദേശ് പോലീസ്,
2 പേരെ UP നിന്ന് അറസ്റ്റ് ചെയ്തു. അതുപോലെ ഒക്ടോബർ 24 ISISന്റെ മൊഡ്യൂൾ തകർത്തു. ഒക്ടോബർ 28 മഹാരാഷ്ട്ര ITS അറസ്റ്റ് ചെയ്തു. അതുപോലെ നവംബർ 7 തെഹ്രീക് താലിബാൻ രാജസ്ഥാനിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. 3 ISIS നേരത്തെ പറഞ്ഞ ടെററിസ്റ്റുകളെ നവംബർ 9 അറസ്റ്റ് ചെയ്തു. ഫരീദാബാദിൽ നിന്നും ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് വന്ന 2900 കിലോ അമോണിയം നൈട്രേറ്റ് സൂക്ഷിച്ചതിൻ്റെ പേരിൽ 3 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു. അതിൽ ഒരു ഡോക്ടറുടെ ഭാര്യ ഡോക്ടർ ഷഹീന എന്ന് പറയുന്ന ആ സ്ത്രീ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു കോളേജിലെ അധ്യാപികയാണ്. അപ്പോൾ നോക്കിയോളൂ ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ് പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു വലിയൊരു തീവ്രവാദിയുടെ പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ സ്ത്രീകളെ രംഗത്തിറക്കി ഇന്ത്യക്കെതിരെ പോരാടുക. അതിൻ്റെ തുടക്കമായിട്ട് ഡോക്ടർ ഷഹീനയെ നമുക്ക് കാണാം. അപ്പോൾ പുരുഷന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി സ്ത്രീകളിറങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി ലളിതമായിട്ട് ഇത് നടത്താൻ കഴിയും എന്നുള്ള ചിന്തയാണ് ഈ കൂട്ടർക്ക് സംഭവം ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. അതിന് പാകിസ്ഥാൻ്റെ സഹായവും ഉറപ്പായിട്ടുണ്ടാവും. അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ നാണം കെട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് അവർക്ക് നേരിട്ട് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിനകത്തന്തച്ചിലുണ്ടാക്കി ആഭ്യന്തര കലാപം ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിരിക്കാം ഒരുപക്ഷേ. പക്ഷേ വിശദാംശങ്ങൾ ഇനി അന്വേഷണത്തിൽ കൂടി നമുക്ക് അറിയാൻ കഴിയും, എന്താണ് ഇവരുടെ കണക്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ അമോണിയം നൈട്രേറ്റ് പോലുള്ള സാധനങ്ങൾ പല സ്ഥലത്തും സൂക്ഷിച്ചിട്ടുണ്ടാവും. എന്നാൽ തർക്കമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.